ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ടൊയോട്ടൻ്റെ 2 ഡീസൽ കാറുകളാണ്. രണ്ടും സെഡാൻ ടൈപ്പിലാണ് വരുന്നത്. ലിവല്ല, ഡിക്കി ടൈപ്പാണ്. ഒന്ന് ബ്ലാക്കും ഒന്ന് സിൽവറും. ഏകദേശം നമുക്കൊരു 20-22 ലെവലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റിയ വാഹനമാണ്. ആദ്യം തന്നെ വരുന്നത് 2013 മോഡലാണ്. 3,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത് വരുന്നത് 2016 മോഡലാണ്. ഫുൾ ഓപ്ഷനിൽ കേരള വണ്ടിയാണ്. 5,95,000 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. ഈ വാഹനം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ടാക്സി ഉപയോഗിക്കുന്നവരാണ്. ഇതിന് കാരണം ഈ വാഹനത്തിൻ്റെ മൈലേജും അതുപോലെ തന്നെ ലോ മെയിൻ്റെനൻസുമാണ്. ഏകദേശം നമുക്ക് 22-23 ലെവലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റിയ വാഹനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടിയുള്ളത്. ഒന്ന് കേരള വണ്ടിയും ഒന്ന് റീ വണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് 2013 മോഡലാണ്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് VD ആണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പാണ്. 1,60,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. KL10 മലപ്പുറം രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. ഫുൾ ബ്ലാക്കാണ് വണ്ടി. പക്ഷെ നല്ല വൃത്തിൻ്റെ വണ്ടി. ഇന്ത്യൻ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അലോയ് വീല്, കമ്പനി സ്റ്റീരിയോ, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരും. 2 എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,35,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2,60,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2016 മോഡലാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി വരുന്നത്. 1,42,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXT ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. വണ്ടി നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ഉണ്ട് വണ്ടിക്ക്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ VXT ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോള്. ഇൻറ്റീരിയർ ഭാഗം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ 4 ടയറും ഏകദേശം ഒരു 80% ടയറുണ്ട്. അലോയ് വീല് വരുന്നുണ്ട്. പിന്നെ സെഡാൻ ടൈപ്പ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഡിക്കി സ്പേസ് അത്യാവശ്യം വണ്ടിക്ക് വരും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലഗേജ് കയറാൻ പറ്റിയൊരു ഡിക്കി ഉണ്ട് വണ്ടിക്ക്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,10,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 വാഹനം നമ്മളെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഡീസൽ വാഹനത്തിൽ അത്യാവശ്യം മൈലേജും ലോ മെയിൻ്റെനൻസും പ്രതീക്ഷിക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.